ഹലോ. യെസ്, ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ അടുത്ത പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇൻ ദ ഫിഗർ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് 7 സെന്റിമീറ്റർ. മക്കളെ, ഇവിടെ റേഡിയസ് ഓഫ് സർക്കിൾ എന്നുള്ളത് 7 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതാണ്: ആംഗിൾ എ എത്രയാണ് എന്ന്. എടാ, ഇവിടെ സെൻട്രൽ ആംഗിൾ 100 ആണ്. സെൻട്രൽ ആംഗിൾ 100 ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആർക്ക് ആംഗിൾ അതിന്റെ നേരെ ഹാഫ് ആയിരിക്കും. സിമ്പിൾ ആണോ? മനസ്സിലായോടാ? സെൻട്രൽ ആംഗിൾ എന്താണോ വരുന്നത്, ആംഗിൾ എ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആംഗിൾ എ ചോദിച്ചാൽ സെൻട്രൽ ആംഗിളിന്റെ നേരെ ഹാഫ് ആയിരിക്കും. എത്രയാണ് ആൻസർ? എത്രയാണ്? 50 ഡിഗ്രി. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ ബി സി എത്രയാണ് എന്ന് നേരെ നോക്കിക്കോ. ഈ ബി സി എന്ന് പറഞ്ഞത് ഈ സാധനല്ലേ, ഇത് 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 ഇതിനെ പറയുന്ന പേരറിയാത്തവരെ എഴുതി വെച്ചോളൂ. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? കോഡ്. എന്താ പേര്? കോഡ്. ഇവിടെ ലെങ്ത് ഓഫ് ബി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആക്ച്വലി എന്താ കാണണ്ടത്? കോഡിന്റെ ലെങ്താ കാണണ്ടത്. ബി സിയുടെ ലെങ്ത് എന്താണെന്നാ ചോദിച്ചത്, പക്ഷെ എന്താ കാണണ്ടത്? കോഡിന്റെ ലെങ്ത് എന്താണെന്നാ കാണണ്ടത്. സോ കോഡിന്റെ ലെങ്ത് കാണാൻ ഇതാണ് ചെയ്യേണ്ടത്. എന്താണ് ഇക്വേഷൻ? ഓർമ്മ ഉണ്ടോ? 2r sin θ. എന്താണ് ഇക്വേഷൻ? 2r sin θ. ഇക്വേഷൻ പ്രത്യേകം നോട്ട് ചെയ്യുക. എന്താണ് കോഡ് കാണാനുള്ള ഇക്വേഷൻ? 2r sin θ. നേരെ നോക്കിക്കോളൂ. 2r റേഡിയസ് 7 ആണെങ്കിൽ 2r എന്താ? റേഡിയസ് 7 ആ. 2r എന്താ? 2r എന്താ? 40. മനസ്സിലായോ? റേഡിയസിന്റെ നേരെ ഡബിൾ ആണ് 2r. റേഡിയസ് എന്ന് പറഞ്ഞാൽ 1r അല്ലേ? 2r എന്ന് പറഞ്ഞാൽ 2r അല്ലേ? സോ 2r എത്രയാണ്? 14. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇൻറ്റു സൈൻ. ആംഗിൾ എപ്പോഴും ഈ സെൻട്രലിൽ ഇല്ലതല്ല കൊടുക്കേണ്ടത്. എവിടെ ആംഗിൾ ആണ് കൊടുക്കേണ്ടത്? ഇവിടെ ഈ ഓൾട്ടർനേറ്റീവ് ആർക്ക് ആംഗിളിലാണ് കൊടുക്കേണ്ടത്. ഈ കോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഓൾട്ടർനേറ്റീവ് ആർക്ക് ഇല്ലേ, അവിടെ ഉള്ളതാണ് കൊടുക്കേണ്ടത്. സോ സൈൻ 50. ഇവിടെ സൈൻ 50 നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. എത്രയാണ്? 14 ഇൻറ്റു 0.76. ഇനി ആകെ പ്രശ്നമാണ്, നിങ്ങൾക്ക് ഇത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് അറിയില്ല. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? 14 ഇൻറ്റു 76 മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് 2 പോയിന്റ് മാറ്റിട്ട് കൊടുക്കുക. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1064 ആൻസർ കിട്ടുക. 2 പോയിന്റ് ഇവിടെ ഉള്ളത് കൊണ്ട് 2 പോയിന്റ് മാറ്റിയിടണം. സോ 10.64 എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? ബി സി എന്നുള്ളത് എന്ത് കിട്ടും? 10.64 എന്ന് കിട്ടും. ഇത് എന്ത് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്? കോഡ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നേരെ നോട്ട് ചെയ്തോളൂ. ഇത് എന്ത് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്? കോഡ്. എന്ത് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്? കോഡ്. കോഡ് കാണാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ 2r sin θ പഠിച്ചു വെച്ചോളൂ. എന്താണ് കോഡ് കാണാനുള്ളത്? 2r sin θ. നേരെ മറിച്ച് അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ പോകുന്നത് നേരെ നോക്കിക്കോളൂ. എവിടെ ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് നേരെ നോക്കിക്കോളൂ. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ അറിയോ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് വേഴത് പിക്ചർ മാത്രം വരച്ചാൽ മതി. എന്നിട്ട് ഡയാമീറ്റർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഡയാമീറ്ററിന് എന്തെന്നാ പറയാ? 2r. ഡയാമീറ്റർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിൽ ഡയാമീറ്റർ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. മക്കളെ, ഡയാമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? എന്താണ് ഇക്വേഷൻ? ഡയാമീറ്റർ ആണെങ്കിൽ ഇക്വേഷൻ ഇതാണ്. ആദ്യം ആ കോഡ് എഴുതുക. കോഡ് എത്രയാണ് വെച്ചാൽ അത് എഴുതുക. എത്രയാണ് കോഡ്? 7.6. മനസ്സിലായോ? ഈ കോഡ് എഴുതുക. ക്ലിയർ ആണോ? അതിന് നേരെ ഓപ്പോസിറ്റുള്ള സൈൻ 50 എഴുതുക. ഇക്വേഷൻ ക്ലിയർ ആണോ? എന്താണ് ഡയാമീറ്റർ കാണാൻ ചോദിച്ചാൽ ചെയ്യേണ്ടത്? കോഡ് എഴുതുക. ആ കോഡിന് നേരെ ഓപ്പോസിറ്റ് ആംഗിൾ എഴുതുക. സോ 7.6 by what is sin 50? 0.76.
ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ 10 ആണെന്ന് എല്ലാവർക്കും അറിയാം. മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. LKG ലെവലിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് പോവാനായി 2 0 ഉള്ളൊരു നമ്പറോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഡിജിറ്റ് പോവാൻ എത്ര പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ആണ്, എത്ര 0 ഉള്ള നമ്പറോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2. ഇതേപോലെ മുകളിലും താഴെ എന്ത് ചെയ്തോ അതെന്നെ മുകളിലും ചെയ്യണം. സോ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. 7 6 0 0 എന്ന് എഴുതുക. ഇവിടുത്തെ മുഴുവൻ നമ്പേഴ്സ് അതേപോലെ എടുത്ത് എഴുതുക. 7 6 0 0. താഴത്തെ മുഴുവൻ നമ്പേഴ്സ് അതേപോലെ എടുത്ത് എഴുതുക. 7 6 0 0 എന്ന് എഴുതുക. ഇത് മനസ്സിലായോ? മുകളിലത്തെ മുഴുവൻ നമ്പേഴ്സ് എടുത്ത് എഴുതുക, താഴത്തെ മുഴുവൻ നമ്പേഴ്സ് എടുത്ത് എഴുതുക. മുകളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട്? മുകളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട്? 1. അപ്പൊ അവിടെ പോയിന്റ് ഇടുക. ക്ലിയർ ആണോ? താഴെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട്? 2. അപ്പൊ ഇവിടെ പോയിന്റ് ഇടുക. മനസ്സിലായോ? സോ 760/76. 760/76. ആൻസർ എത്ര വരും? 10. 760/76. 76 76 1 പിന്നെ 0. സോ ആൻസർ 10 എന്ന് വരും. സിമ്പിൾ അല്ലേ? സിമ്പിൾ. ഒറ്റ ക്വസ്റ്റ്യൻ കൂടി കേട്ടോ. ഈ പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി, ഒറ്റ ക്വസ്റ്റ്യൻ, ഒരു ടഫ് ക്വസ്റ്റ്യൻ കൂടി. യെസ്, റേഡിയസ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. റേഡിയസ് കാണാനുള്ള ക്വസ്റ്റ്യൻ. പിക്ചർ മാത്രം വരയ്ക്കുക, എന്നിട്ട് റേഡിയസ് കാണാം. എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ എപ്പോ പറഞ്ഞിരുന്നു? റേഡിയസ് വെച്ചാലും ഡയാമീറ്റർ വെച്ചാലും ഒരേ ഇക്വേഷൻ എഴുതിയാൽ മതി. പറഞ്ഞോ, 2r എന്ന് എഴുതുക. 2r എന്ന് എഴുതുക. ഇവിടെ കോഡ് എന്താണ്? കോഡ് എന്താണ്? 10 ബൈ സൈൻ തീറ്റ. തീറ്റ എന്നുള്ളിടത്ത് എന്ത് കൊടുക്കണം? 60. ക്ലിയർ ആണോ മക്കളെ? ബുദ്ധിമുട്ടാണിത്. 2r ഈസ് ഈക്വൽ ടു 10 ബൈ ഏറ്റവും വലിയ പ്രശ്നം 60 എത്രയെന്ന് അറിയില്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല. സോ ഇങ്ങനെ എക്സാമിന് പെട്ടുപോകുന്ന സമയത്ത് എങ്ങനെയാണ് സൈൻ 60 കാണുക എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾ ഇപ്പൊ പഠിച്ചു 30, ഇവിടെ 30 വന്നു, ഇവിടെ 60 വന്നു, ഇവിടെ 90 വന്നു. റേഷ്യോ എത്ര? 1:√3:2 അല്ലെ? എന്താണ് സൈൻ 60 കാണാനുള്ള ഇക്വേഷൻ? സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ നോക്കിക്കോട്ടോ. സൈൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇതാണ്. ഓപ്പോസിറ്റ്. സൈനിന്റെ സൈൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇതാണ്. അറിയാത്തവരോ നോട്ട് ചെയ്തോ. സൈനിന്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് അല്ലെ? അപ്പൊ സൈനിന്റെ 60യുടെ ഓപ്പോസിറ്റ് എത്ര? √3. ക്ലിയർ ആണോ? ഹൈപ്പോട്ടനസ് എത്ര? 2. കണ്ടോ, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. സൈൻ ഇതാ ഇങ്ങനെയുള്ളൂ. സൈൻ 60 ഇതല്ലേ 60? ഇതല്ലേ 60? സൈനിന്റെ ഇക്വേഷൻ എന്താ? ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ √3 ബൈ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ 2. സോ ആൻസർ √3/2. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചു നോക്ക്, 6 മാത്രം എന്താണെന്ന് ചോദിച്ചത്. സോ മറ്റേത് നമ്മൾ കട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളയുകയാണ്. മറ്റേത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഏതൊക്കെ കട്ട് ചെയ്യാൻ പറ്റുക? 2 2 കട്ട് ചെയ്യാം. 6 എന്ത് വരും? 10/√3 എന്ന് വരും. 6 എന്ത് വരും? 10/√3 എന്ന് വരും. സർക്കിളും ഡയാമീറ്ററിന്റെയും പാർട്ട് നേരെ മനസ്സിലായില്ലേ? ട്രിഗണോമെട്രിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ക്ലിയർ അല്ലേ?